നീ ഞാൻ പറയുന്നതെന്ന് കേക്ക്. എന്നോടൊന്നും പറയണ്ട. എന്റെ ഒരു ആഗ്രഹമായോണ്ടല്ലേ. നീ നാളെ എവിടെന്നെങ്കിലും ഒന്ന് ഒപ്പിക്ക്. ഇത്ര പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാനാ? അതൊന്നും എനിക്കറിയണ്ട. ഞാൻ സ്റ്റെല്ലയോടും ഫ്രണ്ടിനോടും എല്ലാം നിനക്കിതൊക്കെ അറിയാന്ന് പറഞ്ഞേക്കുന്ന. ആ നോക്കാം. ശരിക്കും? ആ ഹാടി. എന്നാ ശരി, ബൈ. ആ ബൈ. ശാപം. ഇതൊക്കെ ഞാനിനി എവിടെ നിന്ന് ഒപ്പിയെടുത്തോണ്ടിരുന്ന ദൈവമേ. ഹലോ. ഹലോ ആടി പറ. എന്താ ഈ സാധനം കിട്ടിയ? ആടി ഞാൻ രാവിലെ സാധനം എടുത്തോണ്ട് വന്നായിരുന്നു. എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. എടാ എങ്ങനെയുണ്ട്? നീ കണ്ടായിരുന്നോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇനി ഇതിപ്പോ ഇല്ലെന്ന് വേണ്ട. എടാ നീ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണേ. ആ ശരി. എന്നാ ഞാൻ വൈകിട്ട് വിളിക്കാം. Don't ask questions you don't wanna know. Learn my lesson. Wait till cool to be talking to you, Belladonna. Should've taken a break, not an Oxford comma. Take what I want when I want it, and I want you. Bad, bad news. One of us is gonna lose. I'm the powder, you're the fuse. Just add some friction. You are my strange addiction. You are my strange addiction. ഹലോ എടാ, ഞങ്ങൾ എത്ര മണിക്കാണ് വരണ്ടേ? 7 മണിയാകുമ്പോഴത്തേക്ക് അമ്മ പോവും. ഒരു 7 ആകുമ്പോഴത്തേക്ക് വാ.
ദൈവമേ, എന്തൊക്കെയായി സംഭവിക്കുന്നത്? ഇനിയൊരു പക്ഷേ എൻ്റെ തോന്നലാവോ? അല്ലാതെ ഇതൊന്നും സംഭവിക്കാൻ ഒരു വഴിയില്ല. ആടാ കയറിയോ? നീ എന്താ താമസിച്ചേ? ഒടുക്കത്തെ മഴയായിരുന്നടാ, പിന്നെ പുറത്തിറങ്ങണ്ടേ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പന് സംശയം. കൊള്ളാമല്ലോടെ സാധനം. നീ അപ്പം മേടിച്ചടാ? അതീ തുറണ്ട. ഓ, അവൻ്റെ ഒരു നീ മാത്രമേ വന്നുള്ളൂ. അഗസ്റ്റിന് എന്ത് ചെയ്യും? അഗസ്റ്റിനെ ഞാൻ വിളിച്ചായിരുന്നടാ. അവന് വേറെ എന്തോ പണിയുണ്ടെന്ന്. അവൻ വരുന്നില്ലെന്ന് പറഞ്ഞു. സാധനം എന്ത് ചെയ്യും? സത്യം പറയണം, നീ ഇലുമിനാറ്റി അല്ലേ? അല്ലെന്ന്, ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ വഴി സംഘടിപ്പിച്ചതാ. ചെറിയ പേടിയുണ്ടല്ലേ. ഇനി കളി തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ പറ. നീ ശ്രദ്ധിച്ചു. ഇത് കളിക്കുമ്പോൾ ഒരു പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായേക്കാം. എന്തു വന്നാലും ഒറ്റക്കെട്ടായിരിക്കണം. ഇനിയൊരു കാര്യം, സൈലൻസ്. ഇത് കളിക്കുമ്പോൾ കംപ്ലീറ്റ് സൈലൻസ് ആയിരിക്കണം. ചെറിയ ശബ്ദങ്ങൾ പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഡു യു അണ്ടർസ്റ്റാൻഡ്? സോറി, ഇവിടെ അമ്മ മാത്രമേ ഇല്ലാതുള്ളൂ, നാട്ടുകാരൊക്കെ ഉണ്ട്. നീ തുടങ്ങാൻ നോക്ക്. ശരി ശരി ശരി. ഇനി ഞാൻ പറയുന്ന പോലെ നീ ഏറ്റു പറയണം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. 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 ഗുഡ് സ്പിരിറ്റ് പ്ലീസ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ്. എന്താടാ? 8:30 വല്ലതും നടക്കുവോ? വെയിറ്റ്. ഇപ്പം വരും. അല്ലെങ്കിൽ ഇനി നാളെ പോരെ. എനിക്ക് പണ്ടേ അറിയുന്നത് ഇതൊക്കെ ഉടായിപ്പാന്ന്. പിന്നെ നീ ഒറ്റ എടുത്താൽ പറഞ്ഞോണ്ട് മാത്രമാ. ഇന്നെന്താ നിന്റെ വേദങ്ങളൊക്കെ ലീവാ? തോന്നണ, അല്ലെങ്കിൽ വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇറങ്ങിക്കോണം, ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടുന്ന്. വെറുതെ മനുഷ്യന്റെ സമയം കളയാൻ. ഈ പുല്ലൂടെ കൊണ്ടുപോകും. അതവിടെ ഇരുന്നോട്ടാ, ഞാൻ കൂടെ എന്താ ഉണ്ടാക്കാനാ? അതെ, ഇനി ലീവായ പ്രായങ്ങൾ ഇനി വന്നാലോ? മാറി. എന്നിട്ടെന്താ, ഞാൻ അവരെ ഓടിച്ചു വിട്ടു. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്ന്. നീ ചിരിക്കൊന്നും വേണ്ട, എന്റെ കിളി പോയിരിക്കുക. എന്താടാ പറ്റിയേ? ഒരു സംഭവം ഉണ്ടായടി, ഞാൻ നിന്നോട് പിന്നെ പറയാം. എനിക്കെന്തോ. നിനക്കിടയ്ക്ക് ഇങ്ങനെ ഉള്ളതല്ലേ. അതൊക്കെ പോട്ടെ, നീ കഴിച്ചാ? ഞാൻ കഴിച്ചു. നീ കഴിച്ചോ? കഴിച്ചു. പിന്നെ നമ്മുടെ കാര്യം ഞാൻ വീട്ടിൽ പറയട്ടെ? പറയാൻ വരട്ടടി, ഞാൻ പറയാം. സമയമായില്ലല്ലോ. ഒന്നാമത്തെ കാര്യം ഞാൻ സെറ്റിലായിട്ടില്ല, അതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. എന്നാണാവോ സമയാവാ? എടാ, ഞാൻ അടുത്ത ആഴ്ച എന്തായാലും നമ്മുടെ കാര്യം പപ്പയോട് സൂചിപ്പിക്കാൻ പോവാ. പപ്പയുടെ റിയാക്ഷൻ എന്തായിരിക്കണം എന്ന് അറിയണല്ലോ. ഹലോ എടാ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഹലോ ഹലോടി, ഞാൻ പിന്നെ വിളിക്കാമേ.
നമുക്ക് ചുറ്റും പ്രേതങ്ങളുണ്ടെങ്കിൽ നമുക്കതിനെ ഇതിലൂടെ വിളിച്ചു വരുത്താം. നീ ആരാണെന്ന് എനിക്കറിയണം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. 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 ഗുഡ് സ്പിരിറ്റ്. എൻ്റെ ജീവിതവും എല്ലാവരെയും പോലെ സന്തോഷമുള്ളതായിരുന്നു. ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ സങ്കടങ്ങളിലും ഞാൻ സന്തോഷം കണ്ടെത്തിയിരുന്നത് ഇതിൻ്റെ ഇണത്തിലൂടെയായിരുന്നു. ആ ഇണത്തിൻ്റെ മാന്ത്രികതയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഒരു പക്ഷേ എന്നേക്കാൾ. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ വാതിലുകളെയാണ് ഞാൻ നിന്ന് തുറന്നത്, അപകടം പതിയിരിക്കുന്നത് അറിയാതെ. ഫേസ്ബുക്കിലൂടെയാണ് ഞാൻ അവനെ ആദ്യമായി കാണുന്നത്, പരിചയപ്പെടുന്നത്. ആദ്യമൊക്കെ ഒരു നല്ല സൗഹൃദം, എന്നാൽ പതിയെ പതിയെ അതൊരു പ്രണയമായി മാറി. കളങ്കമെന്ന് തിരിച്ചറിയാത്ത എൻ്റെ മനസ്സ് അവനിലേക്ക് ഒരുപാട് അടുത്തു. എന്നാൽ അവൻ്റെ ആവശ്യപ്രകാരം ഞാൻ എൻ്റെ ഫോട്ടോസ് അവന് അയച്ചു കൊടുത്തു. അവനോടുള്ള വിശ്വാസം കൊണ്ടും അവൻ്റെ സ്നേഹം ഒരിക്കലും നഷ്ടമാകാതിരിക്കാനും. പക്ഷേ ആ വിശ്വാസം അവൻ തെളിയിച്ചത് അവയൊക്കെ ഇന്റർനെറ്റിൽ പരസ്യപ്പെടുത്തിക്കൊണ്ടായിരുന്നു. അളവില്ലാതെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരാൾ എന്നോട് ചെയ്തത് മാനക്കേട്. ഇവയെല്ലാം കാരണം എനിക്ക് മറ്റൊരു ലോകത്തേക്ക് പോകേണ്ടി വന്നു. ഈണവും സംഗീതവും ഇല്ലാത്ത മറ്റൊരു ലോകത്തേക്ക്. But now that you have been set free from sin and have become slaves of God, the return will get in its sanctification and its end, eternal life. For the wages of sin is death. അഗസ്റ്റിൻ, തങ്കത്തോണി ഇവിടെ പോകുന്ന മീനെ കണ്ടോടാ. ആ മീൻ്റെ കാര്യം ഞാൻ പറഞ്ഞു.
ഓ എടാ നീ ഈ ഫോട്ടോ നോക്കടാ. ഇങ്ങനെ വെക്കുന്ന മിക്ക അറിവുള്ള ഞാൻ ചാറ്റ് ചെയ്ത് വീഴ്ത്തും. നിനക്ക് അത്രയും പെണ്ണുങ്ങൾ എവിടെ നിൽക്കുന്നടാ? എനിക്ക് പെണ്ണ് പോയിട്ട് ഒരു പടകോഴ പോലും കിട്ടുന്നു. എടാ എനിക്കൊരു സ്കില്ല് വേണടാ, സ്കില്ല്. എടാ നീ ഇപ്പൊ വെച്ചൊരു ഫോട്ടോ ഉണ്ടോടാ? ഇന്നലെ നെറ്റിൽ വന്നേ. എടാ ഒന്ന് നോക്കിയടാ. പോടാ അവിടെ കണ്ടറിയത് പാവം വീട്ടിൽ വെച്ചാണ്. ഏതോ ആര് പറ്റിച്ചതാ. എടാ നീ കൂടുതൽ താളാന്ന് വിളിക്കണ്ട. നിനക്ക് വേണമെങ്കിൽ പറ, ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്ത് തരാം. നീയൊക്കെ പങ്കജന്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കി. നിന്റെയൊക്കെ അമ്മയും പെങ്ങന്മാരും ഒന്ന് ഷെയർ ചെയ്യൂ. ഏതായാലും എനിക്ക് വേണ്ടി വരുന്നത് നിനക്കെന്തായാലും ഞാൻ തരുമല്ലോ. എന്നാ ഞങ്ങൾക്കും കൂടെ. ഓടിക്കണ രണ്ടെണ്ണോ മുട്ടയെന്ന് എറിഞ്ഞിട്ടില്ല. ഹലോ അഗസ്റ്റിനെ, എന്താടാ നീ എന്താ ഇപ്പൊ രാത്രിക്ക്? എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണമായിരുന്നു. നാളെ തന്നെ. ആ അതിനെന്താ, കാണാലോടാ. ആരുമായിട്ടാ ചാറ്റിങ്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? നിനക്കെന്താ പതിവില്ലാത്തൊരു ഗൗരവം? ഇന്നലെ നടന്ന കാര്യമൊക്കെ ആവുമെന്ന് പറഞ്ഞായിരുന്നു. കോമഡി ആയിരുന്നല്ലേ? എനിക്ക് എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താടാ കാര്യം? നീ ചുറ്റി വിളക്കാത്ത കാര്യം പറ. നിനക്ക് എന്നോട് എന്ത് വേണം പറയാലോടാ. നിനക്ക് ഈ പള്ളിമുറ്റം ഓർമ്മയുണ്ടോ? നമ്മൾ ആദ്യമായി കണ്ടുമുട്ടുന്നതും കൂട്ടുകൂടുന്നതും ഈ പള്ളിമുറ്റത്ത് വെച്ചാൽ. അന്നൊന്നും എനിക്കൊരേ ആഗ്രഹമുള്ളായിരുന്നു, നീ ഒരു നല്ല ഫ്രണ്ടായി എന്നും എൻ്റെ കൂടെ കാണണമെന്നുള്ളത്. അതിനിപ്പോ എന്താടാ, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? ഏഞ്ചൽ ജോയ്, ഈ പേരോടെ നീ കേട്ടിട്ടുണ്ടോ? ഇല്ല, എനിക്കറിയില്ല. 2 ആഴ്ച മുമ്പ് നീ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നിരുന്നു, അത് ഓർമ്മയുണ്ടോ? ആ അതിനെന്താ? നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നാലും അത് കണ്ടത്. അവന്മാരൊക്കെ അപ്പം തന്നെ ഷെയർ ചെയ്യുകയും ചെയ്തു. 1 ആഴ്ച മുമ്പ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തായിരുന്നു, അതറിഞ്ഞായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്ന ആ പാവത്തോട് ചെയ്തത്? നീ ഇതൊക്കെ എങ്ങനെ അറിയും? ഓ, അപ്പൊ സത്യമായിരുന്നു അല്ലേ അത്? ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു, വലിയ തെറ്റായിപ്പോയി. എടാ നീ നല്ലൊരു ഫ്രണ്ടാണ്. നീ എന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് എന്റെ ആഗ്രഹം. ഈ കൈയെടുക്കടാ. എടാ അതിവിടെ എല്ലാവരും ചെയ്യുന്ന തന്നെയാണ്, അതോടെ തെറ്റൊന്നുമല്ല. നീ ഇത്ര ചീപ്പായിരുന്നോ? എടാ നിന്റെ കൂടെ ഒക്കെ ഒരുമിച്ച് കളിച്ചോളന്നാണ് ഞാൻ. അപ്പോഴും നിന്റെ മനസ്സിൽ ഇത്രയും വലിയ തിന്മയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ആ കൊച്ചിന്റെ കലറിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കും. അല്ലാതെ ഇതിനൊന്നും പരിഹാരമില്ല. ഞാൻ ചെയ്തത് തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് തെളിയിക്കാൻ പറ്റും, നീ തെളിയിക്കും. നീ എന്നോട് ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അവളെന്തോ നിന്നോട് നേരിട്ട് വന്ന് പറഞ്ഞു? അറിഞ്ഞോ അറിയാതെയോ ഞാനും ഇതിനകത്തൊരു കുറ്റക്കാരനാണ്. അതിന്റെ മനസ്താവം എനിക്കുണ്ട്. ഇതിന്റെ പേര് നമ്മളെ ചെയ്തിട്ട് എനിക്ക് പ്രശ്നമില്ല. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നീ ചെയ്യും. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നീ ചോദിച്ചതിന് ഉത്തരം ഞാൻ പറയാം. ഞാനിതൊക്കെ എങ്ങനെ അറിഞ്ഞു നീ ചോദിച്ചില്ലേ? ഏഞ്ചൽ തന്നെ എന്നോട് ഇതൊക്കെ പറഞ്ഞു. ആൻഡ് യു ആർ സ്കെച്ച്ഡ്.
you are calling is not answering. Please try later. ഹലോ, അതെ, ഈ ഫോണിൻ്റെ ഉടമ കുറച്ച് മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. ഇതിൽ കുറേ മിസ് കോൾ കിടക്കുന്നുണ്ട്, അങ്ങനെയാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ വേണ്ടപ്പെട്ടവരെയൊക്കെ ഒന്ന് അറിയിക്കുക. ഇവിടെ ആർക്കു വേണ്ടി കരയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആർക്കു വേണ്ടി കരയുന്നു അയാളത് അർഹിക്കുന്നുണ്ടാവും. ജീവിതം പലപ്പോഴും ഇതുപോലെയാണ്. അല്പനേരത്തെ അശ്രദ്ധ മൂലം ജീവിതം നഷ്ടമാക്കുന്നവർ, അല്പനേരത്തെ സുഖത്തിനു വേണ്ടി മറ്റുള്ളവരുടെ ജീവിതത്തെ ഇല്ലാതാക്കുന്നവർ, ഇവരെല്ലാവരും നമുക്ക് ചുറ്റുമുണ്ട്. അവരെ കാണുവാനും മനസ്സിലാക്കുവാനുമുള്ള വിവേകമാണ് നമുക്ക് വേണ്ടത്. ഏഞ്ചലിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്. നമ്മുടെ സമൂഹത്തിൽ മറ്റൊരു ഏഞ്ചൽ ഉണ്ടാകാതിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.